നാണം കെട്ട് വന നിയമ ഭേദഗതി പിൻവലിക്കേണ്ടി വന്നു. കേരളത്തിലെ മലയോര മേഖലയിലെ ജനങ്ങൾക്കെതിരായ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഇത്. ജനങ്ങളുടെ പ്രക്ഷോഭം ശക്തമാകുമെന്ന് കണ്ടിട്ടാണ് ഇത് പിൻവലിക്കേണ്ടി വന്നത്. UDFൻ്റെ യാത്ര തുടങ്ങാൻ പോവുകയായിരുന്നു. അപ്പോൾ ജനവികാരം ശക്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാണം കെട്ട് ഇത് പിൻവലിക്കേണ്ട ഗതികേടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ അദ്ദേഹം വനംവകുപ്പ് മന്ത്രിയോട് പറഞ്ഞത് ജനങ്ങളോട് വിശദീകരിക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് എന്തുണ്ടായി? ഇപ്പോഴെന്തിനു പിൻവലിക്കുന്നു? അപ്പോൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വലിക്കുന്നു. അപ്പോൾ ജനങ്ങളുടെ സമ്മർദ്ദമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. തന്നെയുമല്ല, വനമേഖലയിലുള്ള ഒരു പ്രശ്നത്തിനും ഈ സർക്കാർ മുൻകൈ എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇടുക്കിയിൽ ഇതുവരെ പട്ടയം കൊടുക്കാൻ കഴിയുന്നില്ല. തമിഴ്നാട് ഗവൺമെൻറ്റും കർണാടക ഗവൺമെൻറ്റും 0 ബഫർ സോൺ പറഞ്ഞപ്പോൾ ഇവർ 0.021 എന്ന നിലയിൽ ബഫർ സോൺ തീരുമാനിച്ച ആളുകളാണ്. അത് ഇതുവരെ തിരിച്ച് പ്രഖ്യാപിച്ചിട്ട് കേന്ദ്ര ഗവൺമെൻറ് അനുമതി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വനമേഖലയിലും മലയോര മേഖലയിലുമുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വളരെ വലുതാണ്. ഒരു ഭാഗത്ത് വന്യജീവികൾ ആക്രമിക്കുമ്പോൾ മറുഭാഗത്ത് പിണറായി വിജയൻ ഗവൺമെൻറ് ആക്രമിക്കുകയാണ്. മലയോര മേഖലയിലെ ജനങ്ങൾക്ക് രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ഇത് പിൻവലിച്ചതുകൊണ്ട് മാത്രമാകുന്നില്ല. ബഫർ സോണിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകണം. മലയോര മേഖലയിലെ പട്ടയം കൊടുക്കാൻ തയ്യാറാകണം. വന്യമൃഗങ്ങൾ കർഷകരെ ആക്രമിക്കുന്ന നടപടി അവസാനിപ്പിക്കാനുള്ള ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകണം. ഇതൊന്നും ചെയ്യാതെ മുന്നോട്ട് പോകുന്ന സർക്കാരിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകും. മുഖ്യമന്ത്രി പറയുന്നത് 1961 നിയമത്തിന്റെ ഭേദഗതി നിർദ്ദേശം ആരംഭിക്കുന്നത് 2013 UDF ഭരണകാലത്താണ്. അതിന്റെ തുടർ നടപടിയാണ് പിന്നീട് ഉണ്ടായിരുന്നത്. ആ കാലത്തൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് കാണും. പക്ഷേ UDF ഗവൺമെൻറ് അംഗീകരിച്ചില്ലല്ലോ. തുടങ്ങിയ UDF ആണെങ്കിൽ ഞങ്ങൾ അങ്ങനെ നിയമ ഭേദഗതി കൊണ്ടുവന്നില്ലല്ലോ. അപ്പോൾ ഈ നിയമ ഭേദഗതി കൊണ്ടുവന്ന ഗവൺമെൻറ് ഇതല്ലേ? UDF ഗവൺമെൻറ് കാലത്ത് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ എവിടെയെങ്കിലും എഴുതി വെച്ചത് ഉണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ഗവൺമെൻറ്റോ ക്യാബിനറ്റോ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റോ ക്യാബിനറ്റോ അത്തരമൊരു നിയമ ഭേദഗതിക്ക് മുന്നോട്ട് വന്നില്ലല്ലോ. എന്തിനാണ് ഈ ഭേദഗതിയുമായി മുന്നോട്ട് വന്നത്? അപ്പോൾ ആ ഭേദഗതി മുന്നോട്ട് കൊണ്ടുവന്ന് അത് ജനങ്ങളുടെ ഇടയിൽ കടുത്ത പ്രതിഷേധമുണ്ടായപ്പോൾ യാതൊരു ഗത്യന്തരവുമില്ലാതെ നാണം കെട്ട് പിൻവലിക്കേണ്ടി വന്നു. അത് അംഗീകരിക്കാനുള്ള സാമാന്യ മര്യാദ കേരളത്തിലെ മുഖ്യമന്ത്രി കാണിക്കണമായിരുന്നു.